Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലായിടത്തും കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോസിലൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നോസിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 5 നോസിൽ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ടുള്ള ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഉണങ്ങിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ പെപ്സി സ്പ്രൈറ്റൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ക്യാൻ ഉണ്ടല്ലോ, ഒഴിവാകുന്ന ആ ക്യാൻ യൂസ് ചെയ്യാം. അതൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ കൈയൊക്കെ സൂക്ഷിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. പേപ്പർ ഗ്ലാസ് വേണമെങ്കിലും നന്നായിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഇതെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റീലിൻ്റെ പോലെ ആ കോട്ടിങ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് ക്രീം അതിലേക്ക് വെക്കുമ്പോൾ അലിഞ്ഞു പോകാതെ തന്നെ കിട്ടും. അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആ സ്റ്റീൽ ഭാഗം പുറമേ ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഒറിജിനൽ നോസിൽ പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കോൺ ഷേപ്പിൽ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ മടക്കിയിട്ട് ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ടും കട്ടി കുറഞ്ഞിട്ടുള്ള ആ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് കോണായിട്ട് മടക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നോസിൽ ചെയ്തെടുക്കാം. അതൊക്കെ കുറച്ച് പാടാണ് അത് മടക്കിയെടുക്കാനൊക്കെ. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ടേപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ളത് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. സ്റ്റാറിൻ്റെ നോസിലിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ അറ്റത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറിൻ്റെ നോസിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള റോസറ്റൊക്കെ പൈപ്പ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ചെറിയ എൻഡ് ഒന്നുകൂടി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല വലുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് വേറൊരു കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കിയിട്ട് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് വിപ്പിംഗ് ക്രീമൊക്കെ പൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ റോസൊക്കെ പൈപ്പ് ചെയ്യുന്ന പെറ്റലൊക്കെ പൈപ്പ് ചെയ്യുന്ന ആ ഒരു നോസിലാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് ക്രോസിലായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഒന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം വലുപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് നമ്മൾ പേരൊക്കെ എഴുതുന്ന ആ ഒരു ചെറിയ ഹോളുള്ള നോസിലാണ് ചെയ്യുന്നത്. അതിൻ്റെ എൻഡ് നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ലീഫൊക്കെ പൈപ്പ് ചെയ്യുന്ന നോസിലാണ് ചെയ്യുന്നത്. അത് കോൺ ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ ആ എൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ചരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ലീഫ് ഇതുകൊണ്ട് പൈപ്പ് ചെയ്യുമ്പോൾ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ എൻഡ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു നോസിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പേപ്പർ ഗ്ലാസ് വെച്ചിട്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു പാക്കറ്റ് വെച്ചിട്ട് ചെയ്യുന്നതിലും ഈസി ആയിട്ട് പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കട്ടി കുറവായതുകൊണ്ടാണ് മറ്റേത് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിത് ഒട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ എൻഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ സ്റ്റാർ നോസിൽ ചെയ്തെടുക്കണമെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വലിയൊരു ഹോളാക്കിയിട്ട് അതിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നോസിലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ സ്റ്റാറിൻ്റെ നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് റോസറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ബോർഡർ കൊടുക്കാനും എല്ലാം ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ഭംഗിയിൽ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ റോസ് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെറ്റലിൻ്റെ ഒരു നോസിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ റോസ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു ഫ്ലവർ നെയിൽ വേണം. അപ്പോൾ ഫ്ലവർ നെയിൽ ഇല്ലാത്തവർ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് വേണമെങ്കിലും പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഫ്ലവർ നെയിലാണ് കാണിക്കുന്നത്. ആദ്യം ഇതിനൊരു ബേസ് കൊടുക്കാനായിട്ട് കുറച്ചധികം വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പ് ചെയ്തിട്ട് കുറച്ച് ഉയരത്തിൽ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് എങ്ങനെയാണ് ഈസി ആയിട്ട് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഓരോ റോസ് പൈപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതേപോലെ ചെറുതായിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് ചെയ്ത് ഒന്ന് കറക്കി കൊടുക്കുക. ഫ്ലവർ നെയിൽ അല്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ ഒന്ന് കറക്കി കൊടുത്തിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്തെടുത്താൽ മതി. എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് റോസ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചൂടായതുകൊണ്ട് കുറച്ച് ക്രീം ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു പെറ്റൽ കാണാൻ പറ്റാത്തത്. നന്നായിട്ട് തന്നെ ഈ നോസിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റി ഉള്ള നോസിലുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും വലുപ്പത്തിൽ റോസിൻ്റെ ആ ഒരു പെറ്റൽ കിട്ടണമെങ്കിൽ ആ സൈഡ് ഒന്നുകൂടി നന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നോസിലില്ലാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.